മച്ചവനെ നിങ്ങളുടെ ഏത് ഫോണിനും സെൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്സ് ആൻഡ് ടിപ്സുമായാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് ഇടയിൽ ഒരു ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായി കാണും. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ സെൻസി കണ്ടുപിടിക്കാം, നമ്മുടെ ഫോണിനനുസരിച്ച് എങ്ങനെ സെൻസി ആദ്യം സെൻസി എന്നാൽ അറിയണം. സെൻസി എന്നാൽ ഒരു ആപ്പോ പാനലോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഹെഡ് കയറാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു സംഭവമാണ്. ഇതേപോലെ നിങ്ങൾക്കും മൂവ്മെൻറ്റ് ഹെഡ് ഷോട്ട് നല്ല കയറ്റണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇത് പിന്നെ ഫുള്ളായി കാണുക. ഇത് ഇടയിൽ ഒരു ടിപ്പും പറയുന്നുണ്ട്. അത് തന്നെ നമ്മൾ സെൻസിറ്റിവിറ്റിയാണ് നോക്കുന്നത്. സെൻസിറ്റിവിറ്റിനെയാണ് ഈ വീഡിയോ ഇറക്കിയത്. അപ്പോൾ സെൻസിറ്റിവിറ്റി പോയിട്ട് നമ്മുടെ സെൻസ് ഇങ്ങനെ കൂട്ടിയിട്ടാൽ കൂടുമ്പോൾ നമ്മളുടെ എനിമിൻ്റെ തലൻ്റെ മേലേക്കാണ് ഫയർ ബട്ടൺ പോവുക. ഫയർ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഈം ബട്ടൺ, എനിമിൻ്റെ മേലേക്കാണ് പോവുക സെൻസി കൂടുതലാണെങ്കിൽ. ഈ സെൻസി കൂടുതലായാൽ എനിമിൻ്റെ തലൻ്റെ മേലേക്ക് ഇതേപോലെ നല്ല റീക്കോയിൽ അടിക്കും. റീക്കോയിൽ എന്ന് പറഞ്ഞാൽ എനിമിൻ്റെ തലൻ്റെ മേലേക്ക് നല്ല കയറും. എനിമിൻ്റെ തലൻ്റെ മേലേക്ക് തലക്ക് ഒരിക്കലും കയറാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ എനിമിൻ്റെ തലൻ്റെ മേലേക്കാണ് നല്ല ഈമിൻ്റെ പോകണമെങ്കിൽ നിങ്ങൾ സെൻസി കുറച്ച് വെക്കാൻ ശ്രമിക്കുക. കുറയ്ക്കണതനുസരിച്ച് എനിമിൻ്റെ ബോഡിക്ക് ഹെഡിന് കൊടുങ്ങലും കൂടുതലാവും. അങ്ങനെ അതുവരെ നിങ്ങൾ സെൻസി കുറച്ച് വെക്കുക. പിന്നെ ഫയർ ബട്ടൺ സൈസും അതേപോലെ തന്നെ എനിമിൻ്റെ ബോഡിക്ക് ലോക്ക് ആവുകയാണെങ്കിൽ ഫയർ ബട്ടൺ സൈസും കുറച്ച് വെക്കുക, കുറക്കാൻ നോക്കുക. കുറക്കുന്നതനുസരിച്ച് എനിമിൻ്റെ ബോഡിക്ക് കൊള്ളണം മാറി ഹെഡ് ഷോട്ട് കയറണം. ഇനി നല്ല സെൻസി കുറവാണെങ്കിൽ ബോഡിക്ക് മാത്രം കയറിക്കൊണ്ടിരിക്കും. നമ്മൾ സെൻസി കൂട്ടി വെക്കുക അതിനനുസരിച്ച്. അങ്ങനെ ഒരു സെൻസി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ രണ്ടും ചെയ്ത് വെച്ച് ഒരു സെൻസി കറക്റ്റ് ഒരു സെൻസി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും ഇതേപോലെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ 2 മണിക്കൂറെങ്കിലും ഞാൻ ഇതിന്മേൽ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് ഈ അപ്ഡേറ്റിൻ്റെ പുതിയ സെൻസി കണ്ടുപിടിച്ചത്. ഇനി ഞാൻ പറയാൻ പറഞ്ഞ ടിപ്പാണിത്. നിങ്ങൾ എനിമിൻ്റെ ഈ ഈമ ബട്ടൺ വൈറ്റ് ആക്കി വെക്കുക. ഈമ ബട്ടൺ വൈറ്റ് ആക്കി വെക്കുക. വൈറ്റ് ആണ് എനിമിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചാൽ ഒരു വൈറ്റ് കളറാവും. എന്നിട്ട് നമ്മൾ ഡൗൺ അപ്പർ ഡൗൺ ഡ്രാഗ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് ആക്കിയാണ്ട് ഈ സൈഡിലേക്ക് ആക്കി ഡ്രാഗ് ചെയ്യുക. അടിയിൽ കൂടി ഡൗൺ അപ്പ് ഡ്രാഗ്. ആ ഡ്രാഗ് ഒരു വളച്ച് ഈ അംബ്രലേൻ്റെ സ്റ്റിക്ക് ചെയ്യുക. കോടൻ്റെ സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ ഡ്രാഗ് ചെയ്താൽ നല്ല ആ ഒരു ഈ വെച്ചാൽ ഹെഡ് നല്ല കയറും. അത് ഷോർട്ട് റേഞ്ച്, ക്ലോസ് റേഞ്ച് മാത്രം, ക്ലോസ് റേഞ്ചും മിഡ് റേഞ്ചും അങ്ങനെ. ഇനി ലോങ് റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ എനിമിൻ്റെ ബോഡിയിൽ വെക്കണം. എനിമിൻ്റെ ബോഡിയിൽ വെച്ചാലേ കയറുള്ളൂ. എനിമിൻ്റെ ബോഡിയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ഡ്രാഗ്, നേരെ ഡ്രാഗ് ചെയ്യണം. നേരെ ഉണ്ട് ഫയർ ബട്ടൺ പൊന്തിച്ചാൽ ഹെഡ് കയറും. അവിടെ ഡൗൺ അപ്പ് ഡ്രാഗ് ഒന്നും ചെയ്യണ്ട, സ്ട്രൈറ്റ് ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ ഒരു ബട്ടണാണ് ക്വിക്ക് സ്വിച്ച് ഓപ്പൺ. അപ്പോൾ ഇതിൽ കാണിച്ച പോലെ സെറ്റിങ്സിൽ പോയി കൺട്രോൾസിൽ പോയാൽ ക്വിക്ക് സ്വിച്ച് ഓപ്പൺ എന്നുണ്ടാവും. അതിന് നെക്കി അത് ഓണാക്കുക. അപ്പോൾ സൈഡിൽ ഒരു ബട്ടൺ വരും, ഈ നീല ലൈൻ വരച്ച് കിടക്കുന്നത്. ഈ ബട്ടൺ നിങ്ങൾ എനിമിൻ്റെ ബുള്ളറ്റ് പോയതിന് ശേഷം ഇത് നെക്കുകയാണെങ്കിൽ നല്ല ഹെഡ് കയറാൻ നല്ല സാധ്യത കൂടുതലാണ്. നല്ല എന്ന് പറഞ്ഞാൽ നല്ല സാധ്യത കൂടുതലാണ്. ഒരു
ഒരു 75-80% ചാൻസ് കൂടുതലാണ്. ഞാൻ പൊതുവെ ഇത് ഉപയോഗിക്കലില്ല, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നല്ലൊരു സംഭവമാണ്. ഇനി നിങ്ങൾക്ക് റെഡ് ഡോട്ട് ഡ്യുവോസ്കോപ്പ് ഒക്കെ ചേഞ്ച് കുറച്ചൊക്കെ നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബോഡി കോളിനനുസരിച്ച് എൻ്റെ എനിമിൻ്റെ സ്കോപ്പ് ചെയ്യുക, എനിമിൻ്റെ തലൻ്റെ അവിടെ ഒക്കെ റെഡ് അടിക്കുക. അത് നല്ലൊരു ടിപ്പാണ്, പക്ഷേ ചെയ്യാൻ നല്ല പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. സെൻസി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ മൂവ്മെൻറ്റ് അനുസരിച്ച് സെൻസി വെക്കുക, എന്നിട്ട് അത് വെക്കുക, തലൻ്റെ വെക്കുക, എന്നിട്ട് അവിടെ ഈമ ലോക്കാവും. അതിൻ്റെ അവിടെ വെച്ചാൽ പിന്നെ ഈമ ലോക്കാവും. എന്നിട്ട് വെടി വെച്ചാൽ കറക്റ്റ് ഒരു Y777 അടിച്ചിട പോലെ നമുക്ക് അടിക്കാം. അവിടെ ലോക്കായിരിക്കും, തലൻ്റെ അവിടെ ലോക്കായിരിക്കും. അത് ബോഡി ആണെങ്കിലും അങ്ങനെ തന്നെ ആവും, ലോക്കാവും. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that?